വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ അടുപ്പത്ത് നിന്നും അങ്ങനല്ല അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് അറിയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ട ഇവളെന്താ നൃത്തം ചെയ്യാൻ പോകണമെന്നല്ലേ. നൃത്തം പോയ കലാപരിപാടി ഒന്നും കിട്ടാം, അങ്ങനത്തെ ഒരു സംഭവം എൻ്റെ അടുത്ത് കൂടി പോയിട്ടില്ല. അതൊക്കെ ഓരോരുത്തരെ കഴിവ്. ഞാൻ പറയുന്നത് മറ്റൊരു കാര്യമാണ്, നമ്മൾ ഡെയിലി റുട്ടീനിൽ ചില മാറ്റങ്ങൾ വരുത്തുക, നമ്മുടെ ഹാബിറ്റ്സുകൾ ചില മാറ്റങ്ങൾ വരുത്തുക. അപ്പോൾ നമുക്ക് എന്തൊരു ബോഡി പെയിൻ ആയിട്ടും എന്തിപ്പോൾ ഒരു കാലുവേദന, മുട്ടുവേദന, കൈവേദന, തോളുവേദന ആയിട്ട് എന്ത് ടൂരവേദന ആയിട്ട് ചെന്നാലും ഡോക്ടർമാരെന്താ പറയല്, നമ്മളോട് എക്സസൈസ് ചെയ്യാനോ യോഗ ചെയ്യാനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ആ ബോഡി പെയിൻ മാറ്റിയെടുക്കാനാണ് പറയാറ്. പക്ഷെ നമുക്ക് ഏറ്റവും മടി പിടിച്ച കാര്യം അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനിച്ചിട്ടൊരു സമയം നമുക്ക് കണ്ടെത്താൻ ഭയങ്കര മടിയാണ്. ഒരു സമയം എത്ര സമയം വെറുതെ ഇരുന്നാലും അതിന് നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പോൾ എന്താ ചെയ്യുക, അതിന് പറ്റിയ ചെറിയ സൊല്യൂഷൻ നമുക്ക് ചെയ്യാൻ പറ്റിയ ചെറിയൊരു എന്താ പറയുക ഒരു വഴി എന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ അടുക്കളയിൽ തന്നെ നമുക്ക് എന്താ ചെയ്യുക എക്സസൈസ് നമ്മൾ ഡെയിലി ചെയ്യുന്ന ജോലികളുണ്ടല്ലോ. അടുക്കള ഇപ്പോൾ കുക്കിംഗ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു ജോലിയാണ് അല്ലേ. അതേപോലെ വീട് ക്ലീനിങ് നമ്മൾ പുറത്തുനിന്ന് ആരെങ്കിലും സഹായത്തിന് വിളിച്ചാലും കുക്കിംഗ് നമ്മളെ തലയിൽ തന്നെ കിടക്കുന്ന സംഭവമാണ്. അപ്പോൾ കുക്കിംഗ് ചെയ്യുന്ന ഇടയിൽ നമുക്ക് എന്താ ചെയ്യുക എക്സസൈസോ യോഗ എന്തെങ്കിലുമൊക്കെ ഒന്ന് ശീലിക്കുക, അതിൻ്റെ ഇടയിൽ കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തെയില്ല മടുപ്പ് വരില്ല. ഇതിനിച്ചിട്ട് ഒരു സമയം കണ്ടെത്തുമ്പോഴാണ് നമുക്ക് മടുപ്പ് വരില്ല. അപ്പോൾ മടുപ്പ് വരാതെ എങ്ങനെ നമുക്ക് ഇത് നമ്മളെ ഒരു ഡെയിലി റൂട്ടീനിൽ ഉൾപ്പെടുത്താമെന്നാണ് ഞാനിന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ചില സ്റ്റെപ്സുകൾ, ഒരുപാട് സ്റ്റെപ്സ് ഒന്നുമില്ല, യോഗയിൽ കുറച്ച് സ്റ്റെപ്സുകൾ എനിക്കറിയാവുന്ന ചില കുഞ്ഞു സ്റ്റെപ്സുകൾ, സ്റ്റാർട്ടിങ് അല്ല ബിഗിനേഴ്സിന് പറ്റിയ കുഞ്ഞു സ്റ്റെപ്സുകൾ ഞാൻ നമ്മളെ കുക്കിങ്ങിൻ്റെ ഇടയിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. അങ്ങനെ ഇതാ ഞാൻ കിച്ചണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കിച്ചണിൽ കയറിയിട്ട് അത് നമുക്ക് വ്യായാമത്തിനെ പറ്റി ചെറിയൊരു വിവരം തരാം. എന്ന് വെച്ചാൽ നമുക്ക് വ്യായാമം ചെയ്യുമ്പോൾ എപ്പോഴും ജോയിൻറ്റുകൾ ഉണ്ടല്ലോ, ജോയിൻറ്റുകൾ ആണ് ചലിപ്പിക്കേണ്ടത് നമുക്ക് കേട്ടോ. അപ്പോൾ റൗണ്ട് ചെയ്യാൻ പറ്റിയ ജോയിൻ്റ് ആണെങ്കിൽ റൗണ്ട് ചെയ്യുക. പിന്നെ നമ്മളെ നടുവിന് അതേമാതിരി ഷോൾഡർ, കാലിൻ്റെ മുട്ട്, നെക്ക്, കാലിൻ്റെ അടിഭാഗം, കൈയിൻ്റെ റിസ്റ്റ് ഭാഗം ഒക്കെയാണ് നമുക്ക് റൗണ്ട് ചെയ്ത് ഇങ്ങനെ പിടിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെയാണ് നമുക്ക് ചലിപ്പിക്കേണ്ടത് കേട്ടോ. അവിടെയാണ് എഫക്റ്റ് ചെയ്യല്. നമ്മൾ യോഗ ആയാലും എക്സസൈസ് ആയാലും എന്തായാലും അവിടെയാണ് നമുക്ക് എഫക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെയാണ് നമുക്ക് ചലിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതാ കിച്ചണിൽ കയറിയിട്ട് ഞാനിതാ രാവിലെ തന്നെ കയറിയിട്ട് ഒരു ഗ്ലാസ് ചായക്ക് വെള്ളം വെച്ചു. വെള്ളം വെച്ചതിന് ശേഷം ഇതാ ചുമ്മാ അങ്ങനെ ഇരിക്കല്ലേ, ആ യുദ്ധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 2 സ്റ്റെപ്പ് വ്യായാമം ചെയ്യാം. അപ്പോൾ ആദ്യം ഇതാ സ്റ്റഡി ആയിട്ട് നിൽക്കുക. ആദ്യത്തെ എക്സസൈസ് ഞാൻ കഴുത്തിനാണ് കൊടുക്കുന്നത്. അപ്പോൾ കഴുത്തിന് കൊടുക്കുമ്പോൾ കഴുത്ത് ഒന്ന് ഫ്രണ്ടിക്ക് അതേപോലെ ബാക്കിക്കും എടുക്കുക. അതിനുശേഷം ഇതാ റൈറ്റ് സൈഡും ലെഫ്റ്റ് സൈഡും കൊടുക്കുക. പതുക്കെ ചെയ്യണം കേട്ടോ, സ്പീഡിൽ ചെയ്യരുത്. ചായ തിളക്കോ എന്നുള്ള ടെൻഷനിൽ സ്പീഡ് ചെയ്യരുത്. ഇടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിക്ക് പോകാം. അതിൻ്റെ ഇടയിൽ ചെറിയ ജോലിക്കോ അല്ലെങ്കിൽ കുട്ടികളെ വിളിക്കുക എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് പോയി ഹാൻഡിൽ ചെയ്തിട്ട് വന്നിട്ട് ബാക്കി വ്യായാമം ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ആ ഒരു കഴിഞ്ഞ ശേഷം അടുത്തത് നെക്ക് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയാണ് കേട്ടോ. കഴുത്ത് ഇങ്ങനെ തിരിഞ്ഞ് പോകാൻ വേണ്ടി ഒരു സൈഡിലേക്ക് ആദ്യം റൊട്ടേറ്റ് ചെയ്ത് പിന്നെ ഓപ്പോസിറ്റ് സൈഡ് റൊട്ടേറ്റ് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ നെക്കിൻ്റെ വ്യായാമം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ കേട്ടോ. സിമ്പിളായ സ്റ്റെപ്പുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഇതാ ചായ തിളച്ചിക്കണം നോക്കി, വെള്ളം തിളച്ചിക്കണം നോക്കിയിട്ടാ, വെള്ളം തിളച്ചിക്കണം നോക്കി, വെള്ളം തിളച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു അടുത്ത സ്റ്റെപ്പ് കൂടി കാണിക്കാം. അടുത്തത് കയ്യിനാണ് വരുന്നത്. കൈയിൻ്റെ റിസ്റ്റ് ഇതങ്ങ് റൗണ്ട് ചെയ്യുക. പിന്നെ എന്താ ചെയ്യുക, ഷോൾഡർ പെയിനൊക്കെ ഉള്ളവർക്ക് ഇത് വളരെ ഉപകാരം കേട്ടോ. ഒന്ന് ബാക്കിക്ക് റൗണ്ട് ചെയ്യുക, അതേപോലെ ഫ്രണ്ടിക്കും റൗണ്ട് ചെയ്യുക കേട്ടോ. 2 കൈയും പിടിച്ചിട്ട് മെല്ലെ ചെയ്യണ്ട, സ്ലോലി ചെയ്യണം. സ്പീഡിൽ ചെയ്യുമ്പോൾ നമുക്ക് വേദന കൂടുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതാ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ വെള്ളം തിളക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കുറച്ച് പൊടി ഇടാം. അപ്പോൾ നമ്മൾ ചായ അവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ചായ റെഡി ആകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്പുകളും ചെയ്തു അല്ലേ, വ്യായാമം സ്റ്റെപ്പുകളും ചെയ്തു. അപ്പോൾ നമുക്ക് ആസ്വദിച്ചുകൊണ്ട് തന്നെ എക്സസൈസ് ചെയ്യാൻ പറ്റും. ഇതിനിച്ചിട്ട് വേറെ സമയം എടുത്തെടുക്കുമ്പോഴാണ് നമുക്കൊന്നും നടക്കാത്തത് കേട്ടോ. മടി പിടിക്കൽ ഇങ്ങനെ ആകുമ്പോൾ മടി പിടിക്കില്ല. നമ്മളിപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ചില സമയം ദോശ ചൂടുന്ന സമയം, ചോറ് ഉണ്ടാക്കുന്ന സമയം, ചായ ഉണ്ടാക്കുന്ന സമയമൊക്കെ നമ്മൾ ഇടയിലൊരു ഗ്യാപ്പ് വരില്ല. ആ ഗ്യാപ്പിലാണ് നമുക്കിത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ചായ റെഡി ആയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യുക, നമുക്ക് ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിൻ്റെ വെള്ളം തിളക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് എന്താ ചെയ്യുക, നമുക്ക് അടുത്തൊരു സ്റ്റെപ്പ് വേറെ കാണിച്ചു തരാം. കാല് രണ്ടും ഒപ്പം വെക്കുക, കൈ രണ്ടും കോർത്തിട്ട് മുകളിലേക്ക് പൊക്കി പിടിക്കുക. എന്നിട്ട് എന്താ ചെയ്യുക, കാലിൻ്റെ വിരലിൽ ഇങ്ങനെ മെല്ലെ പൊങ്ങുക, അതേപോലെ താഴുക. അങ്ങനെ ഒരു 10 പ്രാവശ്യം ചെയ്യാൻ ശ്രമിക്കുക. ഫസ്റ്റൊക്കെ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഒരു 4-5 വട്ടമൊക്കെ ചെയ്യുക. പിന്നെ നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്ന അനുസരിച്ച് ഓരോ ഡേയ്സ് കഴിയുമ്പോൾ അതിനനുസരിച്ച് എണ്ണം കൂട്ടിക്കൊണ്ട് വരും കേട്ടോ. ഓക്കെ. പിന്നെ നമ്മൾ നടുവേദന, ഊരവേദനയൊക്കെ അധികം ഉണ്ടാകാൻ ചാൻസ് എന്താ പറയുക, നമ്മളെപ്പോഴും സിങ്കിൽ ഇപ്പോൾ പാത്രം കഴിക്കുന്ന സമയത്ത് നമ്മൾ മുന്നോട്ട് കുനിഞ്ഞാണ് നിൽക്കുന്നത് അല്ലേ, ബാക്കോട്ട് പോകണില്ല, മുന്നോട്ട് കുനിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ നമ്മൾ എന്തൊരു പണി ചെയ്യുകയാണെങ്കിലും അധികം മുന്നോട്ടേക്കാരം കുനിഞ്ഞ് നിൽക്കുന്നത് അല്ലേ. കണ്ടില്ല, ഇപ്പോൾ ഗ്യാസ് സ്റ്റൗമിലായാലും നമ്മൾ മുന്നോട്ടാണ് കുറച്ച് കുനിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ബാക്ക് ബോൺ ഉണ്ടല്ലോ മുന്നോട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്.
അപ്പോൾ എന്ത് ചെയ്യുക, ഇതേ ഒരു പൊസിഷൻ ബാക്കിലോട്ടും വേണം കേട്ടോ. അപ്പോൾ അതിനെന്ത് ചെയ്യുക, ഇതാ കാല് രണ്ടൊപ്പം വെച്ചിട്ട് മുട്ട് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ബാക്കിലേക്ക് ഇതാ ഇങ്ങനെ ആക്കട്ടോ. ഇത് നമ്മൾ നടു നിവർത്തുക എന്ന് പറയുമല്ലോ, പണ്ടത്തെ ഉമ്മമാരൊക്കെ പറയുന്ന ഒന്ന് നടു നിവർത്തുക. ഒരുപാട് ജോലി കഴിഞ്ഞതിന് ശേഷം നടു നിവർത്തിട്ട് കണ്ടല്ലോ ഇങ്ങനെ ഒരു പിടുത്തം, ആ ഒരു പിടുത്തം തന്നെയാണ് ഇട്ടത്. ഇങ്ങനെ നമുക്കൊരു 8-10 പ്രാവശ്യം ചെയ്യാൻ പറ്റണേ അങ്ങനെ ചെയ്യുക. പിന്നെ ഒന്നിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, ഊരക്ക് ഇങ്ങനെ ഒരു റൊട്ടേഷൻ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതും ആ ഒരു സിമ്പിൾ സ്റ്റെപ്പ് അതും കഴിഞ്ഞു. പിന്നെ അടുത്തത് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായതെന്ന് ഏറ്റവും നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റിയ സ്റ്റെപ്പാണിത്. പക്ഷേ ഇത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ എഫക്റ്റ് നമ്മൾ ഊരക്ക് നമുക്ക് അനുഭവപ്പെട്ടു കേട്ടോ. നല്ല സുഖം. ഒപ്പം കാല് വെച്ചിട്ട് കാല് ചലിപ്പിക്കരുത്, കാല് വെച്ചോടെ തന്നെ വെക്കുക. എന്നിട്ട് കയ്യിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക, പകുതി റൊട്ടേറ്റ് ചെയ്യുക. ഇങ്ങനെ റൈറ്റ് ലെഫ്റ്റ് ആയിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. നല്ല സുഖമുള്ള പരിപാടിയാണ് കേട്ടോ. നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റിയതാണ്, ഏത് ജോലിൻ്റെ ഇടയിൽ ചെയ്യാൻ പറ്റിയൊരു പണിയാണ് ഇതൊക്കെ. അങ്ങനെ ഇതാ നമ്മളെ ചോറിൻ്റെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ചോറിന് വെറുതെ ഡെമോ കാണിക്കണം കേട്ടോ, എന്നാൽ ഒന്നും കുക്ക് ചെയ്യണമെന്നില്ല, വെറുതെ ഇതിനു വേണ്ടി കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറച്ചും കൂടി വെള്ളമൊക്കെ ഇല്ലാന്ന് തോന്നി കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് എന്താ നമ്മൾ ഭക്ഷണം ഇങ്ങനെ ഒരുപാട് സമയം നമുക്ക് കിട്ടില്ലല്ലോ, നമ്മൾ കുക്ക് ചെയ്യുന്ന സമയം ഇടയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ജോലികൾ ഉണ്ടാവില്ല, കട്ടിങ്ങോ ക്ലീനിങ്ങോ ഒക്കെ ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ചെറുതായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ റാക്ക് ക്ലീനിങ് ഒക്കെ ഉണ്ടെങ്കിൽ റാക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് കിട്ടില്ല, ആ ഗ്യാപ്പിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കുക. അപ്പോൾ ഇതാ എൻ്റെ റൈറ്റ് ഹാൻഡ് ഞാൻ ഊരക്ക് കൊടുത്തിട്ടുണ്ട്, ലെഫ്റ്റ് ഹാൻഡ് ഇതാ മുകളിലേക്ക് പൊക്കിയിട്ടുണ്ട്. ആ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് ചെരിയാം, അതേ സെയിം തന്നെ ഇങ്ങേ സൈഡിലേക്കും ശരി കേട്ടോ. ഇതൊക്കെ നമുക്ക് കയ്യിനും അതേപോലെ നമ്മൾ നടുണ്ടല്ലോ ഉരക്കും നല്ലൊരു എക്സസൈസാണ് കേട്ടോ. അതൊക്കെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഇതൊക്കെ ആദ്യം സ്റ്റാർട്ടിങ്ങുള്ള സ്റ്റെപ്പ് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഇങ്ങനെ ചെരിഞ്ഞ് വരുന്നത് നല്ലതാണ്, അത് ഫസ്റ്റിൽ തന്നെ കഴിയൂല. ഓക്കെ, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് കുക്കിങ്ങിൻ്റെ അടുത്ത് എന്തായി അടുപ്പത്തെ അവസ്ഥ എന്നൊന്ന് ഇടയ്ക്ക് പാളി നോക്കുക. അവിടെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. വല്ല പൊടികളിടാനോ ചോറിന് വെള്ളമാണെങ്കിൽ പിന്നെ അരി ഇടാനോ അതൊക്കെ ചെയ്ത് കൊടുക്കട്ടോ. അതൊക്കെ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ പോകണം. ഓക്കെ, അപ്പോൾ അവിടെ ഭക്ഷണം പാകം ചെയ്യുന്നുണ്ട്, നമ്മൾ ഇങ്ങനെ പുറത്തുനിന്ന് എക്സസൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ആകുമ്പോൾ എൻജോയ് ആയിട്ട് നമുക്ക് നടന്നു കേട്ടോ, രസമായിട്ട് ഇങ്ങനെ നടന്നോളൂ, രണ്ടിലും ബോറടിക്കില്ല. പിന്നെ അടുത്തതെന്ന് പറഞ്ഞത് ഇതും നടു നിവർത്തുന്ന സംഭവം തന്നെയാണ്. ഇത് നല്ല കേട്ടോ, ഊരക്ക് ഏറ്റവും നല്ല പരിപാടിയാണ്. ഊരക്കും നമ്മൾ ഊരവേദന നടുവേദനക്കൊക്കെ. പിന്നെ ഇത് പിന്നെ കൈ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മിക്കവാറും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ പാത്രത്തുമ്പോൾ ചെന്ന് ഇടിക്കരുത്, ആ ചൂടുവെള്ളം മേത്തേക്ക് വീഴും. അപ്പോൾ കുറച്ച് വിട്ട് നിന്നിട്ട് സ്റ്റൗവിൽ നിന്ന് കുറച്ച് വിട്ട് നിന്നിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യട്ടോ. അത് കയ്യിന് ഷോൾഡർ പെയിനൊക്കെ നല്ലതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ കുക്കിങ് എന്താ ചെറിയ കുക്കിങ്ങിൻ്റെ സമയത്തൊക്കെ ഇങ്ങനെ നടക്കുള്ളൂ. ഈ പരിപാടിയൊക്കെ ഭയങ്കര ഹെവി ആയിട്ട് വെത്തപ്പാടലുണ്ടല്ലോ, പെട്ടെന്ന് ചെയ്യുന്ന കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ എക്സസൈസ് നടക്കില്ല. ചെറുതായിട്ട് നമ്മൾ റിലാക്സായി കുക്ക് ചെയ്യില്ല, ആ സമയത്ത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ നടക്കുള്ളൂ. അപ്പോൾ ഏകദേശം കുക്കിങ്ങൊക്കെ നിർത്തി പിന്നെന്താ നമ്മൾ ജോഗിങ് ചെയ്യുമല്ലോ, അതേപോലെ ഇങ്ങനെ നിന്നോടത്ത് നിന്ന് തന്നെ നമ്മൾ ഓടുന്ന മാതിരി കാണിക്കുക, കാലിങ്ങ പൊക്കിയിട്ട് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്കെന്തോ ഒരു മടി പോലെ, അപ്പം ചെയ്തില്ല. പിന്നെന്താ കണ്ടില്ലേ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോൾ TV കാണുന്ന സമയത്തൊക്കെ ഇരുന്ന് കാണാൻ ചെയ്യാൻ പറ്റിയ പണികളാണിത്. കണ്ടില്ല, അങ്ങനെ കൈ ഇളക്കേണ്ടതും കൈൻ്റെ ഷോൾഡർ പെയിനൊക്കെ നല്ലതാണ്. അതേപോലെ നെക്ക് ഒക്കെ നമ്മൾ ഇരുന്നോടത്ത് നിന്ന് ചെയ്യാൻ പറ്റിയൊരു പണികൾ തന്നെയാണ് കേട്ടോ. നിന്ന് ചെയ്യാൻ പറ്റിയ വേറെ, ഇരുന്ന് ചെയ്യാൻ പറ്റിയൊക്കെ വേറെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്ര സിമ്പിളായിട്ട് ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ ശരീരത്തെ നമ്മൾ നോക്കുക കേട്ടോ. ഇങ്ങനെ ഇതിനിച്ചിട്ട് നമ്മൾ ഏതായാലും സമയം കണ്ടെത്തിയിട്ടുണ്ടാവില്ല, ചെയ്യലും ഉണ്ടാവില്ല, മടിയേക്കാരം. ഒരുവിധ എല്ലാവരുടെ കാര്യമില്ല പോലെ അധികം പേർക്കും മടിയേക്കാരം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ജോലിൻ്റെ ഇടയിൽ ഇങ്ങനെ ഓരോ സിമ്പിളായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ നമ്മൾ ചെയ്ത് നോക്കുക. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതൊരു ശീലമാക്കി കൊണ്ടുവരട്ടോ. നമ്മളെ ജീവിത ലൈഫ് സ്റ്റൈലിൽ ഒരു ശീലമാക്കി കൊണ്ടുവരാം. പിന്നെ കുറേ കഴിയുമ്പോൾ നമുക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് വരുമ്പോൾ പിന്നെ അതിനെ വെച്ചിട്ടൊരു സമയം കണ്ടെത്തി കുറച്ചും കൂടി മുന്നോട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ എടുത്ത്, പിന്നെ ഒരുപാട് സ്റ്റെപ്പുകളുണ്ടല്ലോ ഇതിൽ, ഇത് മാത്രമല്ലല്ലോ ഇതിൻ്റെ സ്റ്റെപ്പുകൾ, ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്, അതൊക്കെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു ഇത് ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.